السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. സർവാദരണീയരായ അധ്യക്ഷരെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹപാഠികളെ, ജാസിയ നടത്തുന്ന മെഹ്ഫിൽ 2025 ഈ അസ്ലബ് മുഹൂർത്തത്തിൽ കാരുണ്യത്തിൻ്റെ തിരുനബി എന്ന വിഷയത്തെ ആസ്പദിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിവര സാങ്കേതിക വിദ്യയുടെയും മറ്റും അതിപ്രസരണത്തിൻ്റെ ഈ കാലത്ത് മനുഷ്യൻ വളരെയേറെ പുരോഗതികൾ കൈവരിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും മനുഷ്യർ പരസ്പരമുള്ള ഊഷ്മളമായ ബന്ധത്തിന് കാര്യമായ ശോഷണം സംഭവിച്ചിരിക്കുന്നു എന്ന് നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ മനുഷ്യരോടും ഇതര ജീവികളോടും കാരുണ്യത്തോടെ പെരുമാറിയാൽ മാത്രമേ ഇവിടെ സ്വൈര്യപൂർണമായ അന്തരീക്ഷം രൂപപ്പെടുകയുള്ളൂ. കാരുണ്യത്തിന്റെ അധ്യാപനങ്ങൾ ഈ ലോകത്തിന് പകർന്നു കൊടുത്തിട്ടാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങിയത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും നൂറ്റാണ്ടുകൾ യുദ്ധം ചെയ്തിരുന്ന ഒരു ജനസഞ്ചയത്തെ തന്നെ സ്നേഹത്തിന്റെ സ്വർണ്ണ നൂലിൽ കോർത്തുവെച്ച പ്രവാചക ജീവിതത്തിന്റെ സാരാംശങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ സ്നേഹത്തിന്റെ മാതൃക മാത്രമേ നമുക്ക് അവിടെ കാണാൻ കഴിയുകയുള്ളൂ. സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുമ്പോൾ തന്നെ താങ്കളെങ്ങാനും പരുഷ സ്വഭാവക്കാരനും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ മനുഷ്യർ താങ്കളുടെ ചുറ്റും നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു എന്ന് കൂടി ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമാണെന്ന് കുപ്രചരണം നടത്തിയവരോട് പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനുമായ തോമസ് കാർലൈൽ പറഞ്ഞ വാക്കുകൾ നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്. പ്രവാചകൻ മുഹമ്മദ് പറഞ്ഞാൽ എന്തിനും സന്നദ്ധരായ 1,00,000 അനുയായികളെ സൃഷ്ടിച്ചെടുക്കാൻ മുഹമ്മദിന് എങ്ങനെ സാധിച്ചു എന്നടുത്ത് നിന്നാണ് നാം മുഹമ്മദിനെ മനസ്സിലാക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കാരുണ്യം അഥവാ റഹ്മത്ത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു വികാരം തന്നെയായിരുന്നു എന്നാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ എന്ന മലക്കിനെ കണ്ട് ഭയചകിതനായി വന്ന തിരുമേനിയോട് മഹദി പറയുകയാണ്, അങ്ങ് എന്തിനു ഭയപ്പെടണം, അങ്ങ് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അല്ലാഹു ആണ് സത്യം, അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. അങ്ങ് കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവനാണ്, മറ്റുള്ളവരുടെ ഭാരം എടുക്കുന്നവനാണ്, സത്യം മാത്രം സംസാരിക്കുന്നവനാണ്, മഹാമാരികളിൽ ജനങ്ങളെ സഹായിക്കുന്നവനാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം കരകവിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ഇർഹമു മൗ ഫിൽ അർളി യർഹമുകും മൗ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക, എങ്കിൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണ ചെയ്യും എന്ന് കൂടി ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ആയതിനാൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം പഠിക്കുകയും അത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യൽ കാലഘട്ടത്തിൽ അനിവാര്യതയായി നാം മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞ് എൻ്റെ പ്രസംഗത്തിൽ വിരാമം കുറിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.